സലിമടവൂർ ഗുരുമൂർത്തി പറഞ്ഞതിൽ എവിടെയാണ് വിയോജിപ്പ്? രണ്ട് മൂന്ന് കാര്യങ്ങളെ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. പെട്ടെന്ന് ഒന്ന് ഈ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി, ആ പാർട്ടിയെ പൂർണ്ണമായിട്ടും ചൈന, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എന്റെ അന്നേയുള്ള പഠനത്തിൽ അതിന്റെ നേതൃത്വത്തിന് ഒന്നടങ്കം ചൈന പിടിച്ചെടുത്തു. ചൈനയുടെ ആളുകളായിരുന്നു ആ നേതൃത്വം, ആ പാർട്ടിയുടെ. അത് നേരത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഷെയ്ഖ് ഹസീനക്കെതിരെ അവർ കൊണ്ടുവരുന്ന ഈ നീക്കത്തെ, ചൈനയുടെ പിന്തുണയോടുകൂടി ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലൂടെ വന്നത് നേരത്തെ കട്ടെറിഞ്ഞുകൊണ്ട് ഷെയ്ഖ് ഹസീനക്ക് വേണ്ട പിന്തുണ കൊടുത്തുകൊണ്ട് മതേതര ഭരണകൂടത്തെ സംരക്ഷിച്ചു നിർത്തുന്നതിൽ നമുക്ക് വിദേശകാര്യ വകുപ്പിൽ കാര്യമായ പരാജയമുണ്ട്. നമ്മുടെ ഇന്റലിജൻസ് തൊട്ടതിർത്തിയിലുള്ള ബംഗ്ലാദേശിലെ, കാരണം ബംഗ്ലാദേശ് ഒരു വർഗീയ രാജ്യമല്ല. അവിടെ 1955 ഉറുദു നടപ്പിലാക്കാൻ മുഹമ്മദ് അലി ജിന്നെ ശ്രമിച്ചപ്പോൾ അതിനെതിരെ ജിന്നക്കെതിരെ, ആ രാജ്യം ഉണ്ടാക്കിയ സാക്ഷാൽ ജിന്നക്കെതിരെ പ്രക്ഷോഭം നടത്തിയ ആളുകളാണ്. തന്നെയല്ല, അവിടെ ബംഗ്ലാ നാഷണലിസമാണ്, മത ദേശീയതക്കെതിരെ ബംഗ്ലാദേശ് ദേശീയത ഉപയോഗിച്ച് പോരാടിയ ജനവിഭാഗമാണ്. അപ്പൊ അവരെ നമ്മുടെ ഇന്ത്യയുമായി സൗഹൃദത്തിൽ നിർത്താൻ തന്ത്രപരമായ ഇടപെടലിൽ എവിടെ പരാജയപ്പെട്ടു എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. തന്നെയല്ല, അവിടെ ഇപ്പൊ നേരത്തെ പറയുന്ന അവിടുത്തെ ഹിന്ദു സമുദായം, ഇപ്പോ അവിടുത്തെ നമ്മൾ കണക്ക് പരിശോധിച്ചാൽ, ഞാൻ നേരത്തെ അത് ഉന്നയിച്ചതാണ്, അവിടെ 350 അംഗ പാർലമെന്റിൽ 17 ഹിന്ദു പ്രതിനിധികളുണ്ട്. അത് 7.95 and 8%, സോറി 7.95%, അത് 8% ഉള്ള ഹിന്ദു പോപ്പുലേഷന് അവിടെ 5% പ്രാതിനിധ്യമാണ് പാർലമെന്റിലുള്ളത്. ഇന്ത്യയിലെ തിരിച്ച് മുസ്ലിങ്ങൾക്ക് നോക്കിയാൽ 16% പോപ്പുലേഷൻ ഉള്ള ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് 4.4%. നോക്കണം, 8% ബംഗ്ലാദേശിലെ ഹിന്ദു ജനവിഭാഗത്തിന് 5% പാർലമെന്റിൽ പ്രാതിനിധ്യം. ഇന്ത്യയിൽ 16% മുസ്ലിങ്ങൾക്ക് 4.4% ഉള്ളൂ. അപ്പൊ ന്യൂനപക്ഷ സംരക്ഷണം ഇന്ത്യയെക്കാൾ നന്നായിട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ്, കുറച്ചുകൂടെ പ്രാതിനിധ്യം, വളരെ കൂടിയ പ്രാതിനിധ്യം കൊടുക്കുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. അതിന് ആ സംവിധാനത്തെ നിലനിർത്താൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരുന്നു. നമ്മൾ അതിനെ വളരെ നിലനിർത്തിക്കൊണ്ട് അതിനെ സംരക്ഷിച്ച് നിർത്താനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തേണ്ടിയിരുന്നു. അവിടുത്തെ ജനാധിപത്യ മതേതര സംവിധാനത്തിലേക്ക് ശക്തമായി വളർന്നു വരികയായിരുന്നു. അതിനൊരു മറുപടി അതിനെ ഇട്ടുകൊണ്ട് ഇപ്പൊ ഈ വിപ്ലവവും കുഴപ്പങ്ങളൊക്കെ തകർത്തിരിക്കുന്നത്. ലോകത്തെ രണ്ടാമത്തെ റെഡിമെയ്ഡ് ഗാർമെന്റ്, ഇപ്പൊ അമേരിക്കയിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഏറ്റവും കൂടുതൽ ഗാർമെന്റ്സ് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ്. 8ാമത്തെ പോപ്പുലേറ്റഡ് രാജ്യമാണ്. അങ്ങനെ ലോകത്ത് പലതുകൊണ്ടും വളർന്നു വരുന്ന നല്ല ഹയർ ഗീ. ഇപ്പൊ നേരത്തെ പറഞ്ഞു, ഈ ബംഗ്ലാദേശിൽ നിന്ന് ആളുകൾ ഇന്ത്യയിലേക്ക് വരും, അവർ വരാൻ സാധ്യത കുറവ്. കാരണം എന്താ അറിയോ, നമ്മുടെ അതിർത്തി സംസ്ഥാനങ്ങളെ ബംഗാളിലെയും ആസാമിലെയും അവിടുത്തെ നമ്മുടെ പ്രതിശീർഷ വരുമാനം, നമ്മുടെ സാമ്പത്തിക അവസ്ഥ അതിനേക്കാൾ മെച്ചപ്പെട്ട പ്രതിശീർഷ വരുമാനവും സാമ്പത്തിക അവസ്ഥയുമാണ്. ഒരു മറുപടി ആയിരിക്കുന്നു. ആരിഫ് ഹുസൈൻ പറയാം, പെട്ടെന്ന് പറയാം. ഇവിടെ സലീം അടവൂര് ഉയർത്തിയ ആ വിഷയം അത് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. അതായത് എന്തുകൊണ്ടാണ് വളരെ ചെറിയ പോപ്പുലേഷനാണ് ബംഗ്ലാദേശിൽ ഹിന്ദുക്കളുള്ളത്, എന്നിട്ടും അവരുടെ റെപ്രസെന്റേഷൻ ഗവൺമെന്റിൽ കൂടുന്നത്? ഇതാണല്ലോ അവിടെ ഉയർത്തിയത്. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഐഡന്റിറ്റി പൊളിറ്റിക്സ് അത് കളിക്കുന്നത് അവർ കുറവായി ഇരിക്കുന്നു എന്നത് തന്നെയാണ്. അതിനൊരു മികച്ച ഉദാഹരണം എന്ന് പറയുന്നത്, ഇപ്പം ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ ഒരു ബഹുജന പാർട്ടിയിൽ അംഗമായിക്കൊണ്ട് അതിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് മത്സരിച്ച് അതിലേക്ക് കയറുകയാണ് എന്നുണ്ടെങ്കിൽ അവരുടെ സാന്നിധ്യം കൂടും പാർലമെന്റിൽ. അതേസമയം ഇപ്പോൾ BJP-യിലേക്ക് ഒരു മുസ്ലിം കയറാൻ വേണ്ടി നോക്കിയാൽ എന്താണ് ഇവിടെ സംഭവിക്കുക? അത് മുസ്ലിം വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് അവനെ പിന്തിരിപ്പിക്കുന്ന പരിപാടിയല്ല ഇവിടെ നടക്കുന്നത്. നമ്മൾ കേരളത്തിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തി എല്ലാവരും കൂടി അവനെ തോപ്പി, ഏതെങ്കിലും ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയായ BJP-ക്കാരന് വോട്ട് ചെയ്യോ? ഇല്ലല്ലോ. എന്നിട്ട് പറയുന്നത് ഗവൺമെന്റിൽ പ്രാതിനിധ്യം ഇല്ല എന്ന്. അതിൽ കണ്ട് മനസ്സിലാക്കേണ്ട കാര്യം, കാനഡയിൽ സിഖുകാരുടെ നമ്പറാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരെ 2%, അതിൽ കുറവ് മാത്രമാണ് അവരുടെ അംഗത്വമുള്ളൂ. പക്ഷേ കാനഡിയൻ പാർലമെന്റ് എടുത്തു കഴിഞ്ഞാൽ ക്ലോസ് ടു 6% ആണ് കാനഡിയൻ പാർലമെന്റിൽ സിഖുകാരുടെ അംഗബലം എന്ന് പറയും. എന്തുകൊണ്ടാണ്? അവർ സിഖ് ഐഡന്റിറ്റി വെച്ചുകൊണ്ട് അവർ പ്രത്യേക പാർട്ടി ഉണ്ടാക്കി മത്സരിക്കുകയല്ല ചെയ്തത്. അത് കനേഡിയൻ ജനതയുടെ ആ നാടിന്റെ ഭാഗമായിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടിയിൽ അവർ ഭാഗമായി നിന്ന് മത്സരിച്ച് അതിന്റെ ഭാഗമായി കയറുന്നു. അതാണ് ചെയ്യേണ്ടത്. ഹിന്ദുക്കൾ, ബംഗ്ലാദേശിലുള്ള ആളുകൾ അതാണ് അവിടെ ചെയ്തത്. മുസ്ലിങ്ങൾ ഇന്ത്യയിൽ കണ്ടുപഠിക്കേണ്ട കാര്യമാണെന്നാണ് ഞാൻ അവിടെ പറയുക. ഇനിയെങ്കിലും അത് ചെയ്യാം. മുസ്ലിം ലീഗൊക്കെ പിരിച്ചുവിടണം. എന്നിട്ട് നിങ്ങൾ കോൺഗ്രസിന്റെയോ BJP-യുടെ ഏതിന്റെ ഭാഗമായിട്ടാണെന്നുണ്ടെങ്കിലും മത്സരിച്ച് കയറിയിട്ട് പാർലമെന്റിൽ അംഗമാകാൻ ശ്രമിക്കണം. അതാണ് വേണ്ടത്. ഈ ഐഡന്റിറ്റി പൊളിറ്റിക്സും ഈ വിക്ടിം കാർഡും നിർത്തണം. അതാണ് സലീം മടവൂര് പറഞ്ഞതിന്റെ അടുത്ത വശം ഉള്ളത്. എന്തായാലും സമയം അതിക്രമിച്ചിരിക്കുന്നു. തലമറന്ന് എണ്ണ തേക്കുകയാണ് ബംഗ്ലാദേശ്. രാഷ്ട്രരൂപീകരണത്തിൽ സജീവ പങ്കാളിയായ ഭാരതത്തെ ശത്രുവായി പ്രഖ്യാപിച്ച് പൂർവികരെ കൊന്നു തള്ളിയ പാകിസ്ഥാൻ്റെ തോളിൽ കൈയിട്ട് നടക്കുകയാണ് ബംഗ്ലാദേശ്. ചരിത്ര സത്യങ്ങളോട്
മുഖം തിരിച്ച് ഇസ്ലാമിക രാഷ്ട്രമെന്ന ഒറ്റ അജണ്ടയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ കളിപ്പാവയായി പ്രവർത്തിക്കുന്ന മുഹമ്മദ് യൂനിസിനോട് കാലം എണ്ണി എണ്ണി മാപ്പ് പറയിപ്പിക്കും. സേവ് ബംഗ്ലാദേശ് ഹിന്ദുസ്.